കാനഡയിൽ പോയി എന്തെങ്കിലും അവിടെ മൊത്തം മലയാളികളുള്ളൂ, 4-5 പേരെ. പക്ഷെ അവിടെ ഇത്ര ഡെൻസിറ്റി ആളുകളുണ്ടെങ്കിൽ, അതായത് ഡെൻസിറ്റി ഒരു വേറൊരു കാര്യമാണ്. ഇപ്പൊ ന്യൂയോർക്ക്, നമ്മളൊരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ ഇരിക്കും, അവിടെ ഒരു ചായക്കട കൾച്ചർ ഇല്ലല്ലേ. നമ്മള് വൈകിട്ട് ചായ കുടിക്കാൻ പോകും, അപ്പൊ കാണും. രാവിലെ ചായ കുടിക്കാൻ പോകും, അപ്പൊ കാണും. കുറെ കണ്ടിട്ടുള്ള പ്രശ്നമുള്ളൂ, ഇവര് കുറച്ചേരം കാണണ്ടാവും. ആ ഒരു സാധനമാണ്. ഇപ്പോ അത് ഓരോ ഇടത്ത് ഓരോ പോലെ എന്നാണ് ഇരിക്കുന്നത്. പക്ഷെ രണ്ടും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു കോളേജ് ടൗൺ ആണെങ്കിൽ അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, കുറേ സ്റ്റാഫ് ഉണ്ടാവും, കുറച്ച് പ്രൊഫസർമാരുണ്ടാവും. ഇവരിൽ കുറേ പേരെങ്കിലും നന്മയുള്ളവരുണ്ടാവും. അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ഒരു മെജോറിറ്റി ഒന്നുമല്ല, അങ്ങനെയും കുറച്ച് പേര് അക്കാഡമിയിൽ ഉണ്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അവരുടെ ആഘോഷങ്ങൾക്ക് നമ്മൾ വിളിക്കും. ഇത് എല്ലാ പ്രവാസികൾക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനുള്ളൊരു ചാൻസ് കിട്ടാതെ നമ്മളൊരു റിമോട്ട് ഏരിയയിൽ പോകുമ്പോൾ, ഈ ജാനെ മണ്ണില് ബേസിൽ ജോസഫിന്റെ അവസ്ഥ ആകുമ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ കുറച്ച് പാടാണ്. അത് മോസ്റ്റ്ലി ആളുകളെ കാണാണ്ടിരിക്കുമ്പോഴുള്ള കുഴപ്പം തന്നെയാണ്. ആൻഡ് അവിടെ അത് ഒത്തിരിയും കൂടെ എളുപ്പമാണ്. ഇവിടെ ആകുമ്പോൾ ഒരു ബസ് പിടിച്ചങ്ങ് കയറി കഴിഞ്ഞാൽ ചുറ്റും ആളുകളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഡെൻസിറ്റി വളരെ കുറഞ്ഞുള്ള സ്ഥലമാകുമ്പോൾ ഒരു 30 കിലോമീറ്റർ കാർ ഓടിച്ച് പോയാലേ പാല് കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലൊക്കെ ജീവിക്കുമ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും.